Watch full episodes on Jio Hotstar. എടാ മീശക്കാരാ, എനിക്ക് ആദ്യമേ തന്നെ സംശയമുണ്ടായിരുന്നു നീയും നിന്റെ ഫാമിലിയും മുഴുവൻ ഭൂതങ്ങളാണെന്ന്. നിനക്ക് എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാനാവില്ല. കഷ്ടിച്ച് രക്ഷപ്പെട്ടു. സ്വപ്നമായിരുന്നു. സ്വപ്ന ലോകത്തെ സവാരി കഴിഞ്ഞെങ്കിൽ നമുക്ക് പോകാം. അതെ അങ്കിൾ സൂറി, വേഗമാവട്ടെ. ഡിംബിയുടെ ഫാമിലി വരാറായിട്ടുണ്ട്. പിക്നിക്ക് നല്ല രസം ഉണ്ടായിരിക്കും അല്ലേ? എന്താ ഡിംബിയുടെ ഫാമിലിയോ? നിങ്ങളെന്നെ പ്രാന്ത് പിടിപ്പിക്കും. പിക്നിക് അതും മനുഷ്യരുടെ കൂടെ നടക്കില്ല ഒരിക്കലും. അങ്കിൾ സൂറി, നൗ ഇറ്റ്സ് ടു ലേറ്റ്. എന്താ പിന്നാക്കി? പറയൂ പറയൂ. ഹാപ്പിയുടെ പ്ലാൻ ഗ്രേറ്റ് ആയിരുന്നില്ലേ? അതിപ്പോ അവര് വരുന്ന കാര്യം നിങ്ങളോട് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ മീശ പിരിച്ചോണ്ടിരിക്കില്ലായിരുന്നോ? ചപ്പാത്തി പരത്തും പോലെ. ശരി ശരി, പക്ഷെ അവരുടെ മുത്തശ്ശി കൂടെ ഉണ്ടെന്ന് മാത്രം പറയരുത്. മീശ പിരിച്ചിട്ട് അതെ, അവരും വരുന്നുണ്ട്. നീ എന്താ നേരത്തെ പറയാതിരുന്നത്? ഡിംബിയുടെ മുത്തശ്ശി വരുന്ന കാര്യം പറഞ്ഞിരുന്നെങ്കിൽ പിന്നെ നിങ്ങളൊക്കെ പിക്നിക്കിന് വരുമായിരുന്നോ? ഡിംബിയുടെ മുത്തശ്ശിക്ക് നമ്മൾ ഭൂതങ്ങളാണെന്ന് എന്തെങ്കിലും ഒരു സംശയം ഉണ്ടായാൽ നമ്മൾ എല്ലാവരും ഓവർ ആൻഡ് ഔട്ട് ആയി പോകും. മീശ പിരിച്ചിട്ട് ഐഡിയ. അവരുടെ കാര്യത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. അപ്പോൾ ഹാപ്പിയാകും ദാദി. വേണ്ട വേണ്ട, ഇത് മാത്രമല്ല, അവർ സൂര്യനെ കണ്ട് ചോദിക്കുന്നുണ്ടാവും, ഇതിന്റെ കളർ യെല്ലോ എന്തുകൊണ്ടാണ്, എന്തോ പ്രശ്നമുണ്ടല്ലോ എന്ന്. പിന്നെ പരിപ്പ് കറി കണ്ടിട്ട് ചോദിക്കും, ഇതിൽ കറുപ്പ് കാണാത്തത് എന്തുകൊണ്ടാണ് എന്ന്. തീർച്ചയായും എന്തോ പ്രശ്നമുണ്ടല്ലോ എന്ന് പറയും. കണ്ടിട്ട് ചോദിക്കുന്നുണ്ടാവും, എന്താണ് ഇതിന് ഇത്ര തണുപ്പെന്ന്, എന്തോ പ്രശ്നമുണ്ടല്ലോ എന്ന്. പ്രശ്നമുണ്ടല്ലോ പ്രശ്നമുണ്ടല്ലോ പ്രശ്നമുണ്ടല്ലോ, എപ്പോഴും ഇത് തന്നെയല്ലേ പറഞ്ഞോണ്ടിരിക്കുന്നത്. കുഴപ്പമുണ്ടല്ലോ. ആരാണ് ഇവിടെ എന്നെ അനുകരിക്കുന്നത്? നമസ്തേ മുത്തശ്ശി. ഇതാരാണ്? ഇവർ ഇതിനു മുമ്പ് കണ്ടിട്ടേ ഇല്ലല്ലോ. വേണ്ട വേണ്ട മുത്തശ്ശി, ഇത് എന്റെ മുത്തശ്ശിയാണ്. ഇന്നലെ നാട്ടിൽ നിന്ന് വന്നത്. വരൂ വരൂ, രണ്ട് മുത്തശ്ശിമാരും വരൂ. ബാക്കിയൊക്കെ നമുക്ക് ബസ്സിലിരുന്ന് സംസാരിക്കാലോ. ഞാൻ എത്ര ദിവസമായിട്ട് എക്സൈറ്റഡ് ആണെന്നോ ഈ പിക്നിക്കിന്റെ കാര്യത്തിൽ. നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഞാനോ? നിങ്ങൾ സ്വാതന്ത്ര്യം കാണാറുണ്ടോ? ഉണ്ടല്ലോ. പിന്നെ ബൂത്ത് ബന്ധുസ്. അത് ഞാൻ കാണാറില്ല. നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? ഡോണ്ട് മിസ് എ സിംഗിൾ എപ്പിസോഡ്. തിങ്കൾ മുതൽ വെള്ളി വരെ പകൽ 11 മണിക്ക് സോണിക്കിൽ മാത്രം. വളരെ നല്ലതാണ്. അത് ശരി. ഇവരെ കണ്ടിട്ട് സർക്കസിന്റെ ചാടിപ്പോയ കൊരങ്ങനെ പോലെ ഉണ്ട്. ഓ, ഇതെന്താണ് എന്റെ ചെവി കയറി പോയത്? ഇതാ ബീട്രൂട്ടും കുക്കുംബറും കൂടി ചേർത്തുണ്ടാക്കിയ സാൻഡ്വിച്ച്, കൂടെ ക്യാപ്സിക്കത്തിന്റെ കെച്ചപ്പും. കുട്ടികൾക്കായി സ്പെഷ്യൽ ചിപ്സും ഉണ്ട്. ചുരക്ക ചിപ്സ്. ഓ മൈ ഗോഡ്, ഇത് കഴിച്ചാൽ ഇന്ന് മുഴുവൻ ഞാൻ വാഷ്റൂമിൽ ഇരിക്കേണ്ടി വരും. ഞാൻ പോയി എല്ലാവർക്കും പോപ്കോൺ മേടിച്ചോണ്ട് വരാം. എനിക്ക് ഈ ലേക്കിലുള്ള ഡക്സിന്റെ പോർട്രേറ്റ് വരയ്ക്കാനുണ്ട്. ഞാൻ സ്കൂളിലെ പ്രോജക്റ്റിന് വേണ്ടി ഈ പാർക്കിലുള്ള എല്ലാ ബട്ടർഫ്ലൈസിനെ കൗണ്ട് ചെയ്തിട്ട് വരാം. ഞാൻ ഗപ്പൂരെ ഒന്ന് ശൂശു വപ്പിച്ചിട്ട് വരാം. ഞാനൊന്ന് പിനാക്കിയേ. ഇതെന്താ എല്ലാരും ഇതാ മുത്തശ്ശി മുത്തശ്ശി കഴിച്ചു. ബീട്രൂട്ടിന്റെ സാൻഡ്വിച്ച്. എന്ത് പറ്റി മുത്തശ്ശി? ഒന്നുമില്ല. അയ്യോ, ഈ സാൻഡ്വിച്ച് കഴിച്ചിട്ട് എനിക്ക് വയ്യാതായല്ലോ. ഈ പ്രായത്തിൽ എങ്ങനെ ഇങ്ങനെ ഓടിച്ചാടി നടക്കുന്നത്? തീർച്ചയായിട്ടും എന്തോ പ്രശ്നമുണ്ട്. എന്തോ പിനാക്കി, നീ എന്ത് പണിയാ ഈ കാണിച്ചേ? സോറി ഹാപ്പി. ഇനി എങ്ങാനും ഡിംബിയുടെ മുത്തശ്ശി പിണങ്ങിയാലോ? ഈ പ്രാവശ്യം നീ എന്നെ ദാദിയാക്കി. ആർക്കറിയാം അടുത്ത പ്രാവശ്യം നീ എന്നെ ആനയാക്കില്ലെന്ന്. അതും അല്ലെങ്കിൽ പിന്നെ അയ്യോ. മുത്തശ്ശി എല്ലാം കണ്ടു. ഒരു മിനിറ്റ്, ഞാനെങ്ങാനും ബോധം കെട്ടുപോയാ ഇനി ഇവിടുത്തെ സിറ്റുവേഷൻ ആര് മാനേജ് ചെയ്യാനാ? ഹാപ്പി ഹാപ്പി എഴുന്നേക്ക്. ഹാപ്പി അയ്യോ അയ്യോ, എന്റെ നാട് പോണേ.
നിങ്ങൾ 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 ദാദിയൊന്നുമല്ല, ഹാപ്പിയാണ്. അല്ലല്ല, നിങ്ങൾ ഹാപ്പിയുമല്ല, നിങ്ങൾ ഭൂതമാണ്. ഭൂതം. അയ്യോ വേണ്ട മുത്തശ്ശി, ഭൂതങ്ങളുടെ കാര്യം മാത്രം പറയില്ലേ, എന്റെ മുത്തശ്ശി പേടിച്ചു പോകും. ഇത് നിന്റെ ദാദിയൊന്നുമല്ല, ഇത് ഭൂതമാണ്. പിനാക്കി, എനിക്കെല്ലാം മനസ്സിലായി കേട്ടോ. ഇതെന്റെ മുത്തശ്ശി തന്നെയാ. ഇത് കണ്ടോ സാരി, ഇത് കണ്ടോ വെളുത്ത മുടി, ദേ പിന്നെ വെപ്പ് പല്ല്. നീ ഒന്ന് പോടാ ചക്ക, എന്റെ കണ്ണിന് ഒരു കുഴപ്പവുമില്ല. ഞാൻ ഇപ്പൊ തന്നെ എല്ലാവരുടെ മുന്നിൽ നിങ്ങളുടെ കള്ളി വിളിച്ചു താക്കുന്നുണ്ട്. സോറി പിനാക്കി, ഇനി നമ്മൾ എന്ത് ചെയ്യും? ഒരു ഐഡിയ ഉണ്ട്, പക്ഷെ ഞാൻ എന്താണോ പറയുന്നത് നീ അതേപോലെ തന്നെ ചെയ്യണം കേട്ടോ. ഓക്കെ ഹാപ്പി? ഓക്കെ പിനാക്കി. ആ ഡിംബിയുടെ മമ്മി അവിടെ നിൽക്കുന്നുണ്ടല്ലോ. ഇനി നമ്മൾ എന്ത് ചെയ്യും പിനാക്കി? ഒരു താറാവ് ഒത്തിരി താറാവായോ? എന്ത് മനോഹരമായിരിക്കുന്നു. ആ ഡിംബിയുടെ മമ്മി, മരുമോളെ, ആ പിനാക്കിയുടെ ദാദിയില്ലേ, അത് ശരിക്കും ദാദിയൊന്നും അല്ല, ഹാപ്പിയാണ്. പിന്നെ ഹാപ്പി എന്ന് പറഞ്ഞ നടക്കുന്നവനില്ലേ, അവൻ ശരിക്കും ഹാപ്പിയൊന്നും അല്ല, അവൻ ഭൂതമാണ്. ഞാൻ ഈ പറയുന്നതൊന്നും നീ കേൾക്കുന്നില്ലേ മോളെ? സോറി മമ്മി. അയ്യോ പോകല്ലേ, നിൽക്കൂ, ഒരു മിനിറ്റ് കൂടെ ക്ലോസ് ചെയ്യൂ. നിൽക്കൂ പ്ലീസ്. നോ. അയ്യോ, ഇവിടെ എന്താണ് ഈ സംഭവിക്കുന്നത്? ആ താറാവുകളെ പോകരുത്, ഈ പെയിന്റുകൾ വന്നിരിക്കൂ. നിങ്ങൾ എങ്ങോട്ടാണ് ഈ പോകുന്നത്? എന്തു പറ്റി മമ്മി? ആ താറാവുകള് പറന്നുപോയി. ആ മമ്മി, എനിക്കറിയാം, ഞാൻ അതുങ്ങളെ തന്നെയാ തപ്പുന്നത്. ഓഹോ, അതല്ല ഈ പെയിന്റിങ്ങിൽ നിന്ന് പറന്നു പോയെന്ന്. എന്ത്? ആ വരൂ, ഞാൻ കാണിച്ചു തരാം. പക്ഷേ ഇത് ഈ മമ്മിയുടെ ഒരു കാര്യം, എങ്ങനെയാ പെയിന്റിങ്ങിൽ നിന്ന് ഒരു സാധനം പറന്നു പോകുന്നത്? അങ്ങനെയൊന്നും സംഭവിക്കില്ല. ഇതൊക്കെ മമ്മിയുടെ വെറും തോന്നലുകളാ. ആ തിരികെ വന്നല്ലോ, ഞാൻ ഇനി ഇതൊന്ന് പൂർത്തിയാക്കട്ടെ. നിന്റെ ഈ സ്കീം കൊണ്ട് ദാദിയുടെ ഹൃദയം ഡക്ക് ഡക്ക് എന്ന് ഇടിക്കുന്നുണ്ടാവും. എന്റെ മകൻ ഞാൻ പറയുന്നത് എന്തായാലും വിശ്വസിക്കും. ഈ കാലാവസ്ഥയിൽ മഞ്ഞ് വീഴുന്നോ? എനിക്ക് പനി പിടിക്കുമല്ലോ. അത് തന്നെ പറ്റേ, എനിക്ക് ജലദോഷം വരാതിരുന്നാ മതിയായിരുന്നു. എന്റെ പുതിയ രക്ഷിക്കണേ. എടാ മോനെ, ഞാൻ നിന്നെ നോക്കി നടക്കുവായിരുന്നടാ. മമ്മി എന്താ ഇവിടെ? ആ മോനെ, പിന്നെ ഉണ്ടല്ലോ ആ പിന്നാക്കിയുടെ ദാദിയില്ലേ, അത് ശരിക്കും ദാദിയൊന്നും അല്ല, അത് ഹാപ്പിയാണ്. അതെ മമ്മി, ഞാനും അതാണ് പറയാനിരുന്നത്. എന്ത്? അതെ മമ്മി, പിനാക്കിയുടെ മുത്തശ്ശി എത്ര ഹാപ്പി ആയിട്ടാ നടക്കുന്നേ. നല്ല സന്തോഷവതിയാണ്, വളരെ ആനന്ദത്തിലാണ്. ദേ നോക്കിയേ, മമ്മി അതുപോലെ ആവാൻ വേണ്ടി ശ്രമിക്കണം. ഓഹോ, നിനക്ക് പറയുന്ന മനസ്സിലാകുന്നില്ല. ആ ഹാപ്പി ഇല്ലേ, അവനൊരു ഭൂതമാണ്, ഭൂതം. അതൊക്കെ എനിക്ക് അറിയാം മമ്മി. നിനക്കത് നേരത്തെ അറിയാമായിരുന്നോ? അതെ മമ്മി, എല്ലാം ഭൂതം തന്നെയല്ലേ. ഒന്നാമത് അവന് നല്ല സുഖമില്ലെന്ന് പറഞ്ഞ് പിക്നിക്കിന് വന്നില്ല. എന്നിട്ടും അവന് വേണ്ടി പിനാക്കി പോപ്കോണിന്റെ ഒരു ഫുൾ ടബ് വാങ്ങിപ്പിച്ചിട്ടുണ്ട്. ഓഹോ, ഇപ്പൊ പെയ്ത മഞ്ഞ് നിന്റെ ബുദ്ധിയേം കൂടി മഞ്ഞ് കട്ട പോലെ മരപ്പിച്ചെന്നാ തോന്നുന്നേ. മഞ്ഞോ? എന്താ മമ്മി ഇത്? മമ്മിയുടെ ഒരു കാര്യം, ഇത് മഞ്ഞല്ല, പോപ്കോൺ ആണ്. ദേ നോക്ക്, ഇതെല്ലാം മമ്മിക്ക് വെറുതെ തോന്നുന്നതാ. ഡിംബിയുടെ ഡാഡിയെ നമ്മൾ കൈകാര്യം ചെയ്തു. പക്ഷെ പിനാക്കി ഇത്രയും പോപ്കോൺ കണ്ടിട്ട് വിശക്കുന്നു. എന്റെ മകൻ പോലും ഞാൻ പറഞ്ഞിട്ട് വിശ്വസിക്കുന്നില്ല. എന്റെ പേരക്കുട്ടി എന്തായാലും ഞാൻ പറഞ്ഞാ വിശ്വസിക്കും. ഇതൊരു മൊണാക് ബട്ടർഫ്ലൈ ആണ്. വൗ, ഇപ്പൊ തന്നെ 23 സ്പീഷീസ് ഓഫ് ബട്ടർഫ്ലൈസിനെ കണ്ടു കഴിഞ്ഞു. ഈ പിനാക്കി എന്റെ ഡിംബിയെ കൂടി ആ ഹാപ്പിയെ പോലെ ഒരു ഭൂതമാക്കി മാറ്റും. ഡിംബി അവിടെ നോക്ക്, ദാ അവിടെ മുകളിൽ
ഇങ്ങനത്തെ ബട്ടർഫ്ലൈ നീ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ആ ഇത് വളരെ യൂണീക്ക് ആണല്ലോ. ഡിംബി പോകരുത്, നിന്റെ മുമ്പിൽ ഒരു കുഴിയുണ്ട്. ഡിംബി മുത്തശ്ശിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. നിനക്കൊന്നും സംഭവിച്ചില്ലല്ലോ. നീ ആ കുഴിയുടെ അടുത്തേക്ക് ഓടുന്ന കണ്ടപ്പോ ഞാൻ പേടിച്ചു പോയി. കുഴിയോ? എവിടെയാ മുത്തശ്ശി കുഴി? ഇവിടെ നേരത്തെ ഒരു കുഴി ഉണ്ടായിരുന്നേ. ഇല്ല, ഇന്ന് എനിക്ക് എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ എന്തോ കുഴപ്പമുണ്ട്. പെയിന്റിങ്ങിന്റെ താറാവുകൾ പറന്നു പോയിട്ട് തിരിച്ചു വന്നിരിക്കുന്നു. ചുട്ടുപൊള്ളുന്ന വെയിലിൽ മഞ്ഞ് കഴിയുന്നു, എന്നിട്ടത് പോപ്കോൺ ആവുന്നു. പിന്നെ പരന്നു കിടക്കുന്ന ഭൂമിയിൽ കുഴി വരുന്നു, പിന്നെ ആ കുഴി പോകുന്നു. ഈ പ്രശ്നത്തിന് എന്റെ ഉത്തരവാദി എന്റെ മുത്തശ്ശിയാണ്. ഇനി എനിക്ക് മിണ്ടാതിരിക്കാൻ പറ്റില്ല. എനിക്കിനി സത്യം എല്ലാവരോടും തുറന്നു പറയണം. ആ ദാദിയെ കുറിച്ചുള്ള സത്യം ഇപ്പൊ എല്ലാവരും കേട്ടോണം ശരിക്ക്. ഞാൻ പറഞ്ഞപ്പോ ആരും വിശ്വസിച്ചില്ലല്ലോ. അതെ മുത്തശ്ശി, ഞാൻ ഇന്ന് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പറയാൻ പോകുന്നത് എന്റെ മുത്തശ്ശി മുത്തശ്ശിയല്ല, ഒരു വലിയ പ്രാങ്സ്റ്റർ ആണ്. അതെ മുത്തശ്ശി, ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ബസ്സിൽ വെച്ച് എന്റെ മുത്തശ്ശി സ്വന്തം കണ്ണട മുത്തശ്ശിയുടെ കണ്ണടയുമായി എക്സ്ചേഞ്ച് ചെയ്തു. എന്നിട്ട് പിന്നെ പാർക്കിൽ വെച്ച് ഈ ആർട്ടിഫിഷ്യൽ സ്കെൽട്ടൻ വെച്ച് നിങ്ങളെ പേടിപ്പിക്കാൻ പ്ലാനും എന്റേതായിരുന്നു. ഓ, അപ്പോൾ ഇതെല്ലാം എന്റെ വെറും തോന്നലായിരുന്നു അല്ലേ? അതെ സഹോദരി. ആ, എനിക്കത് നേരത്തെ തന്നെ അറിയാമായിരുന്നു ഇതിങ്ങനെ എന്തെങ്കിലുമുള്ള പ്രശ്നമായിരിക്കുമെന്ന്. താറാവുകളുടെ പറന്നു പോക്ക്, മഞ്ഞിന്റെ വീഴ്ച, ഡിംബിയുടെ എയറിലൂടെയുള്ള നടത്തം, ഭൂതം, ഇതെല്ലാം എങ്ങനെ സത്യമാകാനാ അല്ലേ? ആ അതെ സഹോദരി. Watch India's largest kids library only on Jio Hotstar. Download the app now.